കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിനെതിരെ പ്രതിഷേധവുമായി CPIM. കുടിവെള്ളത്തിനായി CPIM കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. ചെലവൂർ, മൂഴിക്കൽ വാർഡുകളിലെ ഉയർന്ന സ്ഥലങ്ങളിലാണ് ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. തുടർച്ചയായി പൈപ്പ് പൊട്ടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. പൈസക്ക് ലോറി വെള്ളം 2000 ലിറ്റർ വെള്ളത്തിന് 900 ഉറുപ്പ്യ വെച്ചിട്ട് ലോറി വെള്ളം അടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞു പോകുന്നത്. 19 കൊല്ലം ഞാനൊക്കെ അവിടേക്ക് വെള്ളിയക്കാട്ടിൽ വന്നു നിന്നിട്ട് ഇന്നേ വരെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല വെള്ളത്തിന്. നാട്ടുകാരുടെ പരാതി കേട്ടുമടുത്ത കൗൺസിലർമാർ അവരെയും കൂട്ടി നേരെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തി. ഇതെന്ത് തോന്നിവാസ, ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണ്ടേ? അപ്പൊ ഇത് നിരന്തരം പറയുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം, കുതിരവട്ടം പപ്പു പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ അതിന് പരിഹാരമില്ലാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് സഹികെട്ടിട്ടാണ് ജനങ്ങളുടെ വികാരം മാനിച്ച് ഇവിടുത്തെ വെള്ളം ശാശ്വതമായി പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. വെള്ളത്തിന്റെ ഉപയോഗം കൂടിയതോടെ പൈപ്പുകൾ പൊട്ടുന്നത് പതിവായെന്ന് ഉദ്യോഗസ്ഥർ. ഒരു തവണ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു 3 ദിവസം കഴിഞ്ഞോളം അതൊരു ബാലൻസ് ആവത്തുള്ളൂ. അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഏകദേശം ഒരു 4 ഷട്ട് ഡൗൺ വേണ്ടി വന്നു. അത് കാരണമാണ് ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ സീരിയസ് ആയിട്ട് ഇഷ്യൂ വന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വാട്ടർ അതോറിറ്റി. റിപ്പോർട്ടർ, കോഴിക്കോട്.